ഹലോ വെൽക്കം. എക്സലിൽ 3 ചിഹ്നങ്ങൾ, എക്സലിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന 3 ചിഹ്നങ്ങൾ. ഒന്ന് ആംപർസാൻഡ് അഥവാ ആൻഡ് സൈൻ, 2 ഡോളർ സൈൻ, 3 സിംഗിൾ കോഡ്. ഈ 3 ചിഹ്നങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ 3 നമ്മൾക്ക് പലപ്പോഴായിട്ട് ഉപയോഗം വരുന്ന സാധനമാണ്. ആദ്യം നമ്മൾ ആൻഡ് സിഗ്നേച്ചർ നോക്കാം. ആൻഡ് എന്ന സൈൻ നോക്കാം. ആൻഡ് എന്ന സൈൻ സിമ്പിളായിട്ട് നമ്മൾ ഒരു എക്സൽ ഉപയോഗിക്കുന്നത് 2 വേർഡുകളെ ജോയിൻ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ 2 സെല്ലുകൾ ജോയിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. നമ്മുടെ ഉദാഹരണത്തിന് മൗസ് ക്ലിക്ക് ചെയ്തു, ആൻഡ് എന്നിട്ട് ചിഹ്നം ക്ലിക്ക് ചെയ്തു, ടൈപ്പ് ചെയ്തു, വീണ്ടും ചിഹ്നം, അങ്ങനെ മൗസ് ട്രാക്ക് എന്ന് അവിടെ വന്നു. അത് നമുക്കിവിടെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചിഹ്നത്തിൻ്റെ ആൻഡ് കഴിഞ്ഞിട്ട് ഒരു ഡബിൾ കോട്ടിൽ ഒരു സ്പേസ് ഇടുക, ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുക, വീണ്ടും ഒരു ആൻഡ് സൈൻ വെക്കുക. അപ്പോൾ C8 കോളം ആൻഡ് ഒരു സ്പേസ് ആൻഡ് C9 ഓളം. ഇതാണ് ആൻഡ് സിഗ്നേച്ചർ ഉപയോഗിക്കുന്നത്, ആൻഡ് സൈൻ ഇതിൽ എക്സൽ ഉപയോഗിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഡോളർ സൈനാണ്. ഡോളർ സൈൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു സെല്ലിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് ഇവിടെ 1 × 3 = 3. ഇത് നമ്മളൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലൊരു സംഭവം ഉണ്ടാക്കി. ഇനി നമുക്കറിയാം 2 ഒരു x 3 = ഇവിടെ ഇക്വേഷൻ കൊടുക്കാം. 1 × മൾട്ടിപ്ലിക്കേഷൻ ബൈ 3. താഴോട്ട് നമുക്ക് ആ ഇക്വേഷൻ വലിക്കാം, ബാക്കിയൊക്കെയും വലിക്കാം. ഇവിടെ 1 2 എന്ന് പറഞ്ഞതുകൊണ്ട് ബാക്കി 3 4 ഓട്ടോമാറ്റിക്കായിട്ട് വരും. 10 വരെ മറിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓരോന്നിനും 3 ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ വലിച്ചപ്പോൾ തന്നെ ഇക്വേഷൻ വന്നിട്ടുണ്ട്. കൺട്രോളും ടൈൽഡും സിഗ്നേച്ചർ അടിച്ച് നമ്മൾ ഇക്വേഷൻ കാണാം. ഇതിപ്പം ഓട്ടോമാറ്റിക്കായിട്ട് എക്സൽ താഴോട്ടേക്കുള്ളത് അത് തന്നെ റിലേറ്റീവ് റെഫറൻസ് അത് തന്നെ എടുത്താണ്. നമ്മൾ വലിച്ചതേ ഉള്ളൂ, പക്ഷേ അത് മനസ്സിലാക്കി എടുത്തു. ഓരോന്നിൻ്റെയും നേരെയുള്ള റോയിലെ ബിയും ഡിയും കോളംസാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് എടുത്തു. അപ്പോൾ ഓരോ ഇക്വേഷനായിട്ട് വന്നു. നമ്മൾക്ക് അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ വേറെ മെത്തേഡിൽ ആൻഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് 1 2 നമ്മൾക്ക് 10 വരെ നമ്മൾ എത്രൻ്റെയാണോ ഇതുണ്ടാക്കുന്നത്, നമ്മൾ ഉദാഹരണത്തിന് 3 മൾട്ടിപ്പിൾസ് ടേബിൾ 3ൻ്റെ ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് = 1 ആൻഡ് 1 സ്റ്റാർ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കാൻ 3 എന്ന് എഴുതിയിട്ട് ഒരു F4 നമ്മൾ പ്രസ് ചെയ്യുന്നു. F4 പ്രസ് ചെയ്യുമ്പോൾ $1 Hൻ്റെ മുന്നിലും $5ൻ്റെ മുന്നിലും വരും. അപ്പം Hഉം 5ഉം കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നീട് എൻ്റർ ചെയ്യാം. പിന്നീട് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഈ 3 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. 1 × 3 2 × 3 3 × 3 അങ്ങനെയാണ് ഇക്വേഷൻ താഴോട്ട് വരിക. അതായത് ആ 3 കോൺസ്റ്റൻ്റ് ആയി. ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇവിടെ ഇക്വേഷൻ അതായത് റോയിലേക്കാണ് പോയിട്ടുള്ളത്. ഇവിടെ ഒരു കോളം, അതായത് മുകളിലുള്ള 3 എന്ന് പറയുന്ന കോളം മാറിയിട്ടില്ല, കാരണം അത് ഡോളറിലുണ്ട്. അതേപോലെ നമുക്ക് ഒരു ഉദാഹരണത്തിന് ഇവിടെ ഇപ്പം നമ്മൾ $2 കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് കോളം വലത്തോട്ടേക്ക് വലിക്കുകയാണ്. നമ്മളത് വലത്തോട്ട് വലിക്കുകയാണെങ്കിൽ, എന്നിട്ട് താഴോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഈ സെയിമായിട്ട്, അതായത് ഇവിടെ മാറി ഈ സാധനം, അതായത് നമ്മൾ H എന്ന് പറയുന്ന കോളത്തിന് ഡോളർ സൈൻ കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ H എന്ന് ഇവിടെ തൊട്ടടുത്ത് I കോളം എടുത്തു. പക്ഷെ നമ്മളത് അനങ്ങാൻ പാടില്ല എന്നുണ്ടെങ്കിൽ, അതേസമയം റോ അനങ്ങണം, പക്ഷേ കോളം മാറാൻ പാടില്ല എങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ I എന്ന് പറയുന്ന ഇവിടെ ഓൾറെഡി ഇത് വന്നു, H ആണ് കൊടുക്കേണ്ടത്. $H $H1 H6 ഇനി വിളിച്ചാൽ കറക്റ്റായിട്ട് വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെ വരും. കാരണം ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ
നമ്പർ മാറുന്നു, അതേസമയം കോളം എച്ച് എന്നുള്ളത് മാറില്ല. അതായത് നമ്മൾക്ക് എവിടെയാണോ ഏതാണോ കോൺസ്റ്റൻ്റ് ആയിട്ട് വേണ്ടത്, സെയിം സെല്ലാണെങ്കിൽ അതിൻ്റെ ആൽഫബറ്റിക് ലെറ്ററിൻ്റെ മുമ്പിലും ഒരു ഡോളർ സൈൻ ഇടുക, അതിൻ്റെ റോ നമ്പറിൻ്റെ മുമ്പിലും ഒരു ഡോളർ സൈൻ ഇടുക. അതല്ലെങ്കിൽ കോളം മാറണ്ടെങ്കിൽ പിന്നെ കോളത്തിൻ്റെ മുമ്പിൽ, അതായത് ലെറ്റേഴ്സിൻ്റെ മുമ്പിൽ മാത്രം ഡോളർ സൈൻ ഇടുക, മറ്റേതിൻ്റെ മുന്നിൽ ഇടേണ്ടതില്ല. ഇനി ഉപയോഗിക്കുന്നത് നമ്മൾ സിംഗിൾ കോട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഞാനൊരു നമ്പർ അടിക്കണം. ഇതൊരു മൊബൈൽ നമ്പർ നമ്മൾ ഇങ്ങനെ തന്നെ അടിക്കണം, പക്ഷെ അത് എററായിട്ടാണ് വരിക. കാരണം അത് നമ്പറായിട്ട് എടുത്തു, അതായത് 9 കഴിഞ്ഞിട്ട് 11 ഡിജിറ്റ് അതിന് ശേഷം വരാനുണ്ടെന്നില്ല, ഒരു എററാണ് കാണിക്കുന്നത്. അതായത് നമുക്കങ്ങനെ അടിക്കാൻ പറ്റുന്നില്ല. 0 അതിന് മുന്നിൽ അടിക്കാൻ പറ്റില്ല. കാരണം 0 അടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മളിത് ഫോർമാറ്റ് ചെയ്ത് നിലവിൽ ഓൾറെഡി ടെക്സ്റ്റ് ആക്കിയ ശേഷം നമുക്കവിടെ അടിക്കാം. ടെക്സ്റ്റ് ആക്കിയ ശേഷം നമുക്ക് അടിക്കാം. അതല്ല എങ്കിൽ ഒരു സിംഗിൾ കോട്ട് അടിക്കുക. 00 ഇവിടെയാണ് സിംഗിൾ കോട്ട് ഉപയോഗിക്കുന്നത്. സിംഗിൾ കോട്ട് അടിക്കുന്നതോടുകൂടി നമ്മൾക്ക് അത് അടിച്ച് ടെക്സ്റ്റ് അടിച്ച് പോകാൻ പറ്റും. 00 പറ്റും. ഇനി ഇങ്ങനെയുള്ള ഒരുപാട് ടെക്സ്റ്റുകൾ നമുക്ക് ന്യൂമറിക്കിലേക്ക് മാറ്റണമെങ്കിൽ ഒരു പണിയുണ്ട്. ഒന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് കോപ്പി ചെയ്യത് ഒന്നിനെ കൊണ്ട് എവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും സെയിം ആണ് ആൻസർ കിട്ടുമെന്ന് പറയാം. അതുകൊണ്ട് ഒന്നിനെ കൊണ്ട് ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുക, മൾട്ടിപ്ലൈ എടുക്കുക, ഓക്കെ അടിക്കുക. നമ്പർ അടിച്ച മനസ്സിലാവും. ഡെസിമൽസ് 0 കളയാം, നമ്മളെ നമ്പർ കിട്ടി. ഇത് കോമ വേണ്ടെങ്കിൽ കോമ ഒഴിവാക്കിയിട്ടുള്ള നമ്പറായി. വീണ്ടും ഡെസിമലുകളുടെ നമ്മളടിച്ച നമ്പറായി. 00 പോയി. ഈ 3 സിമ്പിൾസ് ഉപയോഗിക്കുന്ന മെത്തേഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.